നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഞാനിത് മൂന്നാമത്തെ ഒരു ക്ലാസ്സിലാണ് ഇന്നിവിടെ അറ്റൻഡ് ചെയ്തത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും നമുക്ക് കുറേ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. കുറേ എന്തെങ്കിലും പറഞ്ഞാലും നമ്മളൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ളൊരു ആവേശത്തിൽ വന്നിരുന്നു. പക്ഷെ ഇന്ന് മുതൽ ഇനി അങ്ങനെയല്ല, നമുക്ക് പഠിച്ചേ വരാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ശരിക്കും ഫൈസൽ സാർ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഓരോ ക്ലാസ് ചെല്ലുമ്പോഴും നമ്മൾ അതിനനുസരിച്ചുള്ള മെച്യൂരിറ്റി നമ്മൾ കാണിക്കണം. തീർച്ചയായിട്ടും വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ ക്ലാസ്സിൽ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴൊക്കെ വളരെയധികം അത് ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളൊരു സംഗതി നമുക്ക് ഫീൽ ചെയ്തു. വളരെ മനോഹരമായിട്ടായിരുന്നു ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അജ്മൽ സാറൊക്കെ കാസർഗോഡ് നിന്ന് വന്നിട്ട് സംസാരിച്ച വാക്കുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിരുന്നു. ബാലചന്ദ്രൻ സാറ് നാടെവിടെയെന്ന് അറിയില്ല, എവിടെ? കോട്ടയ്ക്ക് നിന്ന് ബാലചന്ദ്രൻ സാറ് വന്നതിൻ്റെ കാര്യങ്ങൾ, നിങ്ങളുടെയൊക്കെ വോയിസൊക്കെ വളരെയധികം മാത്രമാണ്, വളരെ ഭംഗിയായിട്ട് വോയിസ് ഉണ്ടായിരുന്നു. മുസാജിനെ പറ്റി പിന്നെ പറയേണ്ട കാര്യമില്ല, നമ്മൾ നേരത്തെ തന്നെ ബ്രാൻഡ് അംബാസഡറായിട്ട് നമ്മൾ മാറ്റിവെച്ച ആളുകളാണ്. അങ്ങനെയുള്ള എല്ലാവരും വളരെ മനോഹരമായിട്ട് ഓരോ വിഷയങ്ങളെ പറ്റിയിട്ടും കൃത്യമായിട്ട് ഇവിടെ സംസാരിച്ചു. നമുക്കിന്ന് ഏറ്റവും രസകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സംഗതി നൈമിഷികമായ പ്രസംഗമായിരുന്നു. പെട്ടെന്നൊരു സബ്ജക്റ്റ് തന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അങ്കലാപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയാണ് നമുക്കത് പറയാൻ കഴിഞ്ഞു. വളരെ സന്തോഷം, വളരെ ഗംഭീരമായിട്ടുള്ളൊരു സംഗതിയായിരുന്നു. എനിക്ക് ഈ അക്കാദമിയെക്കുറിച്ച് പറയുമ്പോൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ ഞങ്ങളാരും ഇത്ര അധികം അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ നാട്ടിലാണ് ഈ സംഭവം നടക്കുന്നതെങ്കിലും എത്രമാത്രം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് അജ്മലൊക്കെ കാസർഗോഡ് നിന്ന് വരുന്നത് കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം, വളരെ വലിയൊരു സന്തോഷം തോന്നുന്നു. കാരണം ഫൈസൽ സാറിൻ്റെ ക്ലാസ്സുകൾ കാസർഗോഡിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കാസർഗോട്ടുകാരത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഫൈസൽ സാറിന് മാത്രമല്ല ഈ നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ പോലും ഞങ്ങൾക്ക് കൂടെ അതൊരു വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അത് തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ വന്നതായിട്ട് നമ്മൾ കാണിച്ചു. അപ്പോൾ നോക്കൂ, കേരളത്തിലൊട്ടാകെ മലയാളികളുള്ള എല്ലായിടത്തേക്കും നമ്മുടെ ബ്രൈറ്റ് അക്കാദമി വ്യാപിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇനിയും അതിന് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.